Hello, welcome to my channel. ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റാ സയൻസിന്റെ സെക്കൻഡ് വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെഷീൻ ലേണിംഗ് എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണ്, പിന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളതും അതിന്റെ ടൈപ്സ് ആയിട്ടുള്ള സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, പിന്നെ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്തൊക്കെയാണെന്നാണ് നോക്കിയത്. നമുക്ക് ഇന്ന് അടുത്ത ടോപ്പിക്സിലേക്ക് കടക്കാം. മെയിൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ വാട്ട് എക്സാക്ട്ലി ഈസ് ML അതിന്റെ ഒന്ന് റീക്യാപ്പ് പോലെ ഒന്ന് നോക്കാം. അതിൽ ML is when a computer can understand meaning of something from experience rather than some hard coded instructions. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രോഗ്രാം എഴുതി അതിൽ ഹാർഡ് കോഡ് ചെയ്ത് വച്ചിരിക്കുന്നത് മാത്രം മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതല്ല ML. ML എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ഒരു പാറ്റേൺ കണ്ടുപിടിച്ച് ഡേറ്റയെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ആൻസേഴ്സ് തരികയാണ്. അത് ഡൈനാമിക് ആവാൻ നമ്മൾ എല്ലാം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയല്ല, ഓൾറെഡി അത് പഠിച്ചെടുക്കുകയാണ്. അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത് ടോം മിച്ചൽ എന്ന് പറഞ്ഞൊരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് 1997 ML കൊടുത്തൊരു ഡെഫിനിഷൻ ആണ്. പുള്ളി ML എന്താണ് എന്ന് നമുക്ക് ഒരു പ്രോഗ്രാം ML എപ്പോഴാകുന്നു എന്നുള്ളതിന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. A computer program is said to learn from experience E with respect to some task T and some performance measure P. അതായത് ഇവിടെ 3 സിമ്പിൾസ് വരുന്നുണ്ട്, E, P, T. E എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, അതായത് എന്താണ് ആ ഡേറ്റയിൽ നിന്ന് പാറ്റേൺ കണ്ടുപിടിച്ചെടുക്കുന്നത്, ദ ഡേറ്റ ഇറ്റ് ലേൺസ് ഫ്രം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, ഒരു മെയിൽ സ്പാം ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതിൽ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ലേബിൾഡ് ഇമെയിൽസ് ആണ്. കുറെ ഇമെയിൽസ് കൊടുത്തിട്ട് അത് സ്പാം ആണോ അല്ലേ എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുന്നത്. അതാണ് ലേബിൾഡ് ഇമെയിൽസിന്റെ ഡേറ്റ സെറ്റ്. ആ ഡേറ്റ സെറ്റിൽ നിന്ന് പഠിച്ചെടുക്കുന്നതിനെയാണ് എക്സ്പീരിയൻസ് എന്ന് പറയും. ഇനി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഇവിടെ ഉണ്ട്, അതാണ് പെർഫോമൻസ് മെഷർ. ഓരോ തവണയും വരുമ്പോഴത്തേക്കും, ഓരോ തവണയും ട്രെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും, അത് പഠിച്ചു വരുമ്പോഴത്തേക്കും അതിന്റെ ആക്യുറസി നമ്മൾ ഡിഫൈൻ ചെയ്യും. അതാണ് പെർഫോമൻസ് മെഷർ, എത്ര നന്നായിട്ട് ഇത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. ടാസ്ക് ടി ആണ് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ ഇപ്പം റെക്കഗ്നൈസ് സ്പാം ഇമെയിൽസ് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം എപ്പോഴാണ് ഒരു എക്സ്പീരിയൻസ് ഇയിൽ നിന്ന് പഠിച്ചിട്ട് അതൊരു ടാസ്ക് ടി ചെയ്ത് അത് നന്നായിട്ട് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് if its performance on T as measured by P improves with experience. അതായത് അതിന്റെ ടി ചെയ്യുമ്പോഴുള്ള പെർഫോമൻസ് ഓരോ തവണയും അത് എക്സ്പീരിയൻസ് കൂടി വരും തോറും അത് ബെറ്റർ ആവുകയാണെങ്കിൽ, as measured by P improves with experience E. P ഓരോ തവണയും എക്സ്പീരിയൻസ് കൂടും തോറും ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം അത് മെഷീൻ ലേണിംഗ് ആണ്. അതായത് നമ്മൾ ഡേറ്റ സെറ്റ് വെച്ചിട്ട് അതിന് എക്സ്പീരിയൻസ് കൂടുതൽ കൊടുക്കും തോറും അതിന്റെ പെർഫോമൻസ് മെഷർ P ടാസ്ക് ടിയിൽ കൂടിക്കൊണ്ടിരിക്കും. അത്രയാണ് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് പുള്ളി പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ നോക്കിയായിരുന്നു. നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു ലേബിൾഡ് ഡേറ്റ സെറ്റ് ആണ്. ലേബിൾഡ് ഡേറ്റ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ സെറ്റിൽ എല്ലാം കപ്പിൾസ് ആയിട്ടായിരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും വരാൻ സാധ്യത എന്ന് പറഞ്ഞു കൊടുക്കുമ്പം അതൊരു കപ്പിൾ ആയിരിക്കും. ഇവിടെ ഇപ്പൊ നോക്കി നമുക്ക് കാണാം I എന്നും L എന്നും. I എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസ്, I എന്ന് പറഞ്ഞ ഇൻസ്റ്റൻസ്, അതിന്റെ ഒരു ലേബലാണ് L. അപ്പൊ ഇൻസ്റ്റൻസും ലേബലും ആയിട്ട് കപ്പിൾസ് കൊടുത്തിട്ടാണ് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യുക. ഇന്ന ഒരു ഇൻസ്റ്റൻസ് വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ലേബിൾ L ആണ്. അപ്പൊ നമുക്കിപ്പം ഒരു ഇൻപുട്ട് I വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ട് L വരുന്നു എന്നുള്ള രീതിയിൽ ഇൻപുട്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന അതിന്റെ കറസ്പോണ്ടിങ് ലേബൽ ആയിട്ട് വെക്കാം. നമ്മൾ പറഞ്ഞ സ്പാം ഇമെയിലിന്റെ എക്സാമ്പിളിൽ ഇൻസ്റ്റൻസ് I നമ്മൾ ഒരു ഇമെയിൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ലേബിള് L അത് സ്പാം ആണോ അല്ലേ എന്നുള്ളത് വെക്കാം. അപ്പൊ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പിളാണ്, ഇൻസ്റ്റൻസും ലേബലുമായിട്ടാണ് ഇന്ന ഇൻപുട്ട് വരുമ്പോൾ ഇന്ന ഔട്ട്പുട്ട് വരുന്നു എന്ന് പറഞ്ഞ ഒരു ലാർജ് ഡേറ്റ സെറ്റ് നമ്മൾ ഉണ്ടാക്കും. അത് വെച്ചിട്ട് മോഡലിനെ ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോഡലിലോട്ട് ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു യുണീക്ക് ഔട്ട്പുട്ട് തരും. സൂപ്പർവൈസ്ഡ് ലേണിംഗ് മോഡൽസ് ആയിട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ മോഡൽസ് ഉണ്ട്, predictor models ഉണ്ട്. predictor modelsനെ നമ്മൾ generally regression models എന്ന് പറയും.
റിഗ്രഷൻ വെച്ചിട്ടാണ് പ്രെഡിക്റ്റിംഗ് നടത്തുക. അപ്പൊ റിഗ്രഷൻ മോഡൽസ് സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അടിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി കുറച്ച് സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. അതിൽ കെ നിയറസ്റ്റ് നെയ്ബർ എന്ന് പറഞ്ഞിട്ട് അൽഗോരിതം ഉണ്ട്, ലീനിയർ റിഗ്രഷൻ ഉണ്ട്, പോളിനോമിയൽ റിഗ്രഷൻ ഉണ്ട്, ലോജിസ്റ്റിക് റിഗ്രഷൻ ഉണ്ട്. ഇങ്ങനെ കുറെ ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. നമുക്കിതൊക്കെ വരും സ്ലൈഡുകളിലും വീഡിയോസിലുമായിട്ട് നോക്കാം. അടുത്തതായിട്ട് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അതിൽ വരുന്ന ഡേറ്റ ഈസ് ഫെഡ് ഇൻ ടു ഇൻസ്റ്റൻസസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ പറഞ്ഞു ലേബിൾഡ് ഡേറ്റ സെറ്റ് ആണ്. ഇവിടെ അൺലേബിൾഡ് ഡേറ്റ സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റൻസസിനെ മാത്രമേ കൊടുക്കുന്നു. കുറെ ഡേറ്റ ഇങ്ങനെ ഉള്ളതിനെ അങ്ങനെ തന്നെ കൊടുക്കുന്നു. നമ്മൾ ഡേറ്റ സെറ്റിന്റെ അകത്ത് ഇന്ന ഇൻപുട്ടിന് ഇന്ന ഔട്ട്പുട്ട് വരുന്നു എന്നുള്ള ഒരു രീതിയിൽ പറയുന്നില്ല. പകരം കുറെ ഡേറ്റ മാത്രമായിട്ട് കൊടുക്കുന്നു. ആ ഡേറ്റയിൽ നോക്കിയിട്ട് മോഡല് മനസ്സിലാക്കുകയാണ് അതിൽ ഇന്ന ഇന്ന പാറ്റേൺസ് ഉണ്ട്, അതിന് ഇന്ന ഇൻപുട്ട് ഇന്ന ഔട്ട്പുട്ട് വരുന്നു എന്നുള്ള ഡേറ്റ സെറ്റിന് പകരമായിട്ട് വെറുതെ ഡേറ്റ പോയിന്റ്സ് മാത്രം കൊടുക്കും. മോഡൽ അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കും അതിൽ ഇന്ന ഇന്ന പാറ്റേൺസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, പൈസ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നവരും കുറവ് സ്പെൻഡ് ചെയ്യുന്നവരും. നമ്മൾ കസ്റ്റമേഴ്സ് പൈസ സ്പെൻഡ് ചെയ്യുന്നതിന്റെ ഡേറ്റ കൊടുത്തപ്പം അതില് കണ്ടുപിടിച്ചെടുക്കുന്നത് എത്ര പേരാണ് ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നത്, എത്ര പേരാണ് ഒരുപാട് സ്പെൻഡ് ചെയ്യാത്തത്. അപ്പൊ അതൊരു പാറ്റേൺ കണ്ടുപിടിച്ചെടുക്കുകയായിരുന്നു. അതിനെയാണ് ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ അടിയിൽ നമ്മൾ പറയുക. അതില് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഗ്രൂപ്പിംഗ് വരാം, പിന്നെ അനോമലി ഡിറ്റക്ഷൻ വരാം. അനോമലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലാർജ് ആയിട്ട് കിടക്കുന്ന ഡേറ്റയിൽ എന്തോ ഒരു വളരെ കൂടിയൊരു എമൗണ്ടോ അങ്ങനെ വല്ല, ഇപ്പം ബാങ്ക് ട്രാൻസാക്ഷൻസിലൊക്കെ ആണെങ്കിൽ ഒരു ലാർജ് ട്രാൻസാക്ഷൻ പാടില്ലാത്തൊരു ലെവൽ, അങ്ങനത്തെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പം അങ്ങനത്തെ ഒരു എമൗണ്ട് വന്നാൽ അത് അനോമലി എന്ന് പറഞ്ഞൊരു ക്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ അനോമലി എന്ന് പറഞ്ഞിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് മാറ്റാം. അപ്പൊ അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴേക്ക് ഈ ഡേറ്റയുടെ ഇടയിൽ വരാൻ പാടില്ലാത്ത എന്തോ ഒരു പാറ്റേൺ കണ്ടു. ഈ പാറ്റേൺസ് നോക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ വരാൻ പാടില്ലായിരുന്നു, അങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കുന്നതിനെയാണ് അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ പിന്നെ വരുന്നതാണ് ക്ലസ്റ്ററിങ്ങും വിഷ്വലൈസേഷൻ ആൻഡ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനും. ക്ലസ്റ്ററിംഗിൽ കെ മീൻസ് ക്ലസ്റ്ററിങ്ങും ഹൈറാർക്കിക്കൽ ക്ലസ്റ്റർ അനാലിസിസും ഒക്കെയാണ് വരുന്നത്. വിഷ്വലൈസേഷൻ ആൻഡ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസും കേർണൽ പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് അല്ലെങ്കിൽ PCA ഇതൊക്കെയാണ് വരുന്നത്. ഇതൊക്കെ അടുത്ത കമ്മിങ് ചാപ്റ്റേഴ്സിൽ, ഈ PCA ഒക്കെ കമ്മിങ് ചാപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അടുത്തതായിട്ട് ചലഞ്ചസ് ഇൻ ML ആണ്. ചലഞ്ചസ് ഇൻ ML എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു ML മോഡല് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യാം എന്നുള്ളതാണ്. അതിൽ ആദ്യമായിട്ട് വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഡേറ്റ. ദ ഡേറ്റ ഷുഡ് ബി ഇൻ ആംപിൾ ക്വാണ്ടിറ്റി. അതായത് നമുക്ക് ഒരു മോഡല് ഒരു ആക്യുറേറ്റ് വേയിൽ ട്രെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യത്തിന് ഡേറ്റ കാണണം. വളരെ കുറഞ്ഞു പോകരുത്, എന്നാൽ ഭയങ്കരമായിട്ട് കൂടിയും പോകരുത്. ഒരു ആംപിൾ എമൗണ്ട്, ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് ഡേറ്റ വെച്ചാൽ നമുക്കൊരു ആക്യുറേറ്റ് മോഡൽ കിട്ടും. അപ്പം ക്വാളിറ്റി ഓഫ് ഡേറ്റ ഒരു ഫാക്ടറാണ്. അടുത്തതായിട്ട് റിക്വയർമെന്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഡേറ്റ. അതായത് ദ ഡേറ്റ ഷുഡ് അറ്റ്ലീസ്റ്റ് ഹാവ് സം റെപ്രസെന്റേഷൻ ഫ്രം ഓൾ സെക്ടേഴ്സ് ഓഫ് ഡേറ്റ പോസിബിൾ. ഇഫ് നോട്ട് വി മേ മിസ്ഇന്റർപ്രറ്റ് പാറ്റേൺസ്. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ആലോചിക്കാം. ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്ത് കൊടുത്ത ഡേറ്റ മൊത്തം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെയാണ്, ഒരു എത്തിനിസിറ്റിയിലുള്ള ആൾക്കാരുടെയാണ്, അല്ലെങ്കിൽ ഒരു ഏജിലുള്ള ആൾക്കാരുടെയാണ്, അഡൽട്സിന്റെ മാത്രമാണ്. അങ്ങനെയാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന്റെ മാത്രമായിരിക്കും അത് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യുക. ചിൽഡ്രൻ, വേറൊരു എത്തിനിസിറ്റിയിലുള്ള ആൾക്കാർ, അതിനെയൊക്കെ അത് റെക്കഗ്നൈസ് ചെയ്യാൻ പാടുപെടും. ഇത് ആക്ച്വലി ഇൻഡസ്ട്രിയിൽ ഉണ്ടായ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇങ്ങനെ ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റത്തിലൊക്കെ ചില ഗ്രൂപ്പ്സിനെ അൺറെപ്രസെന്റഡ് ആയിരുന്നു. അങ്ങനെ വരുമ്പോഴെന്താ, അങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റില്ല ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റത്തിന്. അപ്പം നമ്മൾ എടുക്കുന്ന ഡേറ്റ സെറ്റില് എല്ലാ ക്ലാസ്സിൽ നിന്നുള്ള ഡേറ്റയുടെയും ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിലേ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതാണ് റിക്വയർമെന്റ് ഓഫ് റെപ്രസെന്റേറ്റീവ് ഡേറ്റ. അടുത്തതായി വരുന്നത് പുവർ ക്വാളിറ്റി ഡേറ്റ. നമ്മൾ എടുത്ത ഡേറ്റ നല്ല ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ എഗെയിൻ മോഡല് നല്ലതായിട്ട് പ്രെഡിക്റ്റ് ചെയ്യത്തില്ല. നല്ല ക്വാളിറ്റി അല്ല എന്ന് നമ്മൾ എപ്പോഴാ പറഞ്ഞാൽ ഒരുപാട് ഔട്ട്ലയേഴ്സും
മിസ്സിംഗ് ഡേറ്റയും നോയ്സ്, അൺവാണ്ടഡ് ഡേറ്റ, ഗാർബേജ് ഡേറ്റ ഒക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ അതിനെ പുവർ ക്വാളിറ്റി ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയിൽ നിന്ന് ഒരുപാട് മാറി കിടക്കുന്ന പോയിന്റ്സിനാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളൊക്കെ ഒരുപാട് സാധനങ്ങൾ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡേറ്റ നല്ലൊരു മോഡലിനെ ട്രെയിൻ ചെയ്ത് തരത്തില്ല. അതിനെയാണ് പുവർ ക്വാളിറ്റി ഡേറ്റയുടെ അടിയിൽ പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാതിരിക്കാനാണ് എപ്പോഴും നമ്മൾ ഒരു മോഡല് ട്രെയിൻ ചെയ്യുന്ന സമയത്തിന്റെ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജിന്റെ അകത്ത് ക്ലീനിങ് ചെയ്യും. ഡേറ്റയിൽ ക്ലീനിങ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഔട്ട്ലയേഴ്സിനെയും മിസ്സിംഗ് ഡേറ്റ അതിനെല്ലാം റെക്ടിഫൈ ചെയ്യും. പിന്നെ നോയ്സിനെ റിമൂവ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഡേറ്റ കിട്ടുക. അടുത്തതായി വരുന്നതാണ് ഇറലവന്റ് ഫീച്ചേഴ്സ്. നമ്മൾ എടുക്കുന്ന ഡേറ്റാ സെറ്റിൽ ഇറലവന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരാൻ പാടില്ല. The training data must be accurate and should contain necessary and relevant features. അതായത് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് മാത്രമേ അതിൽ വെക്കാവൂ. നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സ് വെച്ചാൽ അതിൻ്റെയും കൂടെ ഒരു കോൺട്രിബ്യൂഷൻ മോഡലിലോട്ട് വരും. അപ്പം നമ്മുടെ ഔട്ട്പുട്ട് ഇനാക്യുറേറ്റ് ആയി പോകും. ഇത് കാരണം തന്നെ this selection is a branch of ML called feature engineering. ഈ നമ്മുടെ ഡേറ്റാ സെറ്റ് സെലക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് അതിനെ നമ്മൾ ഫീച്ചർ എഞ്ചിനീയറിംഗിന്റെ അടിയിൽ ഒരു പ്രോസസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് എഞ്ചിനീയർ ചെയ്താണ് ഒരു ഡേറ്റാ സെറ്റിനെ എടുക്കുന്നത്. പിന്നെ വരുന്നതാണ് ഓവർ ഫിറ്റിംഗ് ആൻഡ് അണ്ടർ ഫിറ്റിംഗ്. ഫിറ്റിംഗ് എന്ന് പറയുന്ന റിഗ്രഷൻ ഒക്കെ വരുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോസസ് ആണ്. നമുക്ക് കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ പോയിന്റ്സിലൂടെയൊക്കെ ബെസ്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കർവിനെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഫിറ്റിംഗ് എന്ന് പറയുക. നമുക്ക് ഒരുപാട് ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ പോയിന്റ്സിൽ കൂടെയൊക്കെ ഒരുവിധം പോകുന്ന ഡേറ്റ ഒരു ലൈൻ ഉണ്ടാക്കി അതിന്റെ ഇക്വേഷൻ എടുത്തിട്ട് പിന്നെ അതിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിനെയാണ് ഫിറ്റിംഗ് എന്ന് പറയുക. നമ്മൾ ഫിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓവർ ഫിറ്റിംഗ് ചെയ്യരുത്, അണ്ടർ ഫിറ്റിംഗ് ചെയ്യരുത്. അതായത് തന്നിരിക്കുന്ന കുറെ ഡേറ്റ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിലെല്ലാത്തിലൂടെയും കറക്റ്റായിട്ട് പോകുന്ന രീതിയിലും എടുക്കരുത്. എന്നാൽ ഭയങ്കരമായിട്ട് അണ്ടർ ഫിറ്റ് ചെയ്ത് അതിൽ ഒന്നിലൂടെയും പോകാത്ത രീതിയിലും എടുക്കരുത്. നമ്മൾ എപ്പോഴും വിചാരിക്കും എല്ലാ പോയിന്റ്സും ഉണ്ടെങ്കിൽ എല്ലാത്തിലൂടെയും കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ആയിരിക്കും ബെസ്റ്റ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പകരം ഒരുവിധം എല്ലാത്തിലൂടെ പോരുത്, പക്ഷെ ഒരുവിധം അതിൻ്റെയൊക്കെ അടുത്തൂടെ പോകുന്ന രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് കർവ് ആണ് ബെസ്റ്റ്. എന്നാൽ ഒന്നിലൂടെയും പോകാണ്ടും എടുക്കരുത്. അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ഫിറ്റ് ചെയ്താൽ, എല്ലാത്തിലൂടെയും ഫിറ്റ് ചെയ്തെടുത്താൽ പിന്നെ എക്സാക്ട്ലി അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഡേറ്റ വരികയാണെങ്കിൽ മാത്രമേ അത് റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അത് നമ്മുടെ ഉദ്ദേശം പോകും അവിടെ. ML നമ്മൾ ഒരു ഡേറ്റ കൊടുത്ത് ട്രെയിൻ ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഡേറ്റ കൊടുക്കുമ്പോൾ പ്രെഡിക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം അവിടെ കുറച്ച് പോകും. അത് കാരണം ഓവർ ഫിറ്റ് ചെയ്യരുത്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓവർ ഫിറ്റിംഗ് is a modeling error that occurs when a machine learning model learns the training data too well, including its noise and outliers. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡേറ്റയിൽ എന്തെങ്കിലും നോയ്സോ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ ഫിറ്റ് ചെയ്തെടുക്കും to the point where it performs poorly on a new unseen data. അങ്ങനെ നമ്മൾ എല്ലാത്തിലൂടെയും ഫിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയതായിട്ട് അത് അൺസീൻ ആയിട്ട് അതിനെ നമ്മൾ ട്രെയിൻ ചെയ്ത ഡേറ്റ അല്ല, പുതിയതായിട്ട് നമ്മൾ ഒരു ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ അത് അതിൽ പൂർലി പെർഫോം ചെയ്യും. കാര്യം എന്താ, നമ്മൾ ട്രെയിൻ ചെയ്ത ആ ഡേറ്റ അതുമായിട്ട് വളരെ സിമിലർ ആണെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അങ്ങനെ വരുന്ന പ്രോബ്ലമാണ് ഓവർ ഫിറ്റിംഗ്. ഇറ്റ് ബിക്കംസ് ടു സ്പെഷ്യലൈസ്ഡ് ടു ദ ട്രെയിനിങ് ഡേറ്റ ആൻഡ് ഫെയിൽസ് ടു ജനറലൈസ് ടു അതർ ഡേറ്റ. അതാണ് ഓവർ ഫിറ്റിംഗ്. പിന്നെ വരുന്നതാണ് അണ്ടർ ഫിറ്റിംഗ്. നേരെ ഓപ്പോസിറ്റ്. ആവശ്യത്തിന് ഡേറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്തില്ല. അണ്ടർ ഫിറ്റിംഗ് ഹാപ്പൻസ് വെൻ എ മെഷീൻ ലേണിംഗ് മോഡൽ ഈസ് ടു സിമ്പിൾ ടു ക്യാപ്ചർ ദ അണ്ടർലൈങ് പാറ്റേൺ ഇൻ ദ ട്രെയിനിങ് ഡേറ്റ. നമ്മൾ കൊടുത്ത ഡേറ്റ വെച്ചിട്ട് അതിന് ആവശ്യത്തിന് ട്രെയിനിങ് കിട്ടിയില്ല, ആവശ്യത്തിന് ഫിറ്റിംഗ് നടന്നില്ല. ആസ് എ റിസൾട്ട് ഇറ്റ് പെർഫോംസ് പൂർലി ഓൺ ബോത്ത് ട്രെയിനിങ് ഡേറ്റ ആൻഡ് ദ ന്യൂ ഡേറ്റ. ട്രെയിനിങ് ഡേറ്റയിലും അത് നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല, പുതിയ ഡേറ്റയിലപ്പം ഉറപ്പായിട്ടും അത് നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഓവർ ഫിറ്റിംഗിൽ എന്താ സംഭവിക്കുന്നത്, ട്രെയിനിങ് ഡേറ്റയിൽ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു, അപ്പം അങ്ങനത്തെ ഡേറ്റ കിട്ടിയാലേ വർക്ക് ചെയ്യത്തുള്ളൂ. അണ്ടർ ഫിറ്റിംഗിൽ ട്രെയിനിങ് ഡേറ്റയിലേ നന്നായിട്ട് വർക്ക് ചെയ്തില്ല, അപ്പം അത് പുതിയ ഡേറ്റയിൽ എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഓവർ ഫിറ്റിംഗ് നടക്കാൻ പാടില്ല, അണ്ടർ ഫിറ്റിംഗ് നടക്കാൻ പാടില്ല. അടുത്തയായിട്ട് വരുന്ന റിഗ്രഷൻ മോഡൽസ് ആണ്. നേരത്തെ ഫിറ്റിംഗ് പറഞ്ഞപ്പം അത് റിഗ്രഷനിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിഗ്രഷന്റെ അകത്ത് ഫിറ്റിംഗിന്റെ ഒരു സബ് ക്ലാസ് ആണ് റിഗ്രഷൻ. റിഗ്രഷന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഫിറ്റിംഗ് ആണ്. അതായത് നമുക്ക് ഒരു ഡേറ്റ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ സെറ്റ് വഴിയെല്ലാം പോകുന്ന ഒരു കർവ് എടുത്തിട്ട് പിന്നെ നമ്മൾ ഒരു എക്സ് കൊടുക്കുമ്പോൾ ഒരു വൈനെ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്.
നമുക്കൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ കുറെ ഡേറ്റ പോയിന്റ്സ് എടുത്തു, അതിലൊരു ഫിറ്റിംഗ് നടത്തി, അങ്ങനെ ഒരു മോഡൽ ഉണ്ടാക്കിയെടുത്തു. അതൊരു ഇക്വേഷൻ ആകാം. ഇവിടെ മോഡൽ എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആകാം. ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പിന്നെ സുഖമായിട്ട് വളരെ ഈസിലി നമ്മളൊരു എക്സ് കൊടുക്കുമ്പോൾ ഒരു വൈ കിട്ടും. അത് ഒരു പ്രഡിക്ഷൻ ആണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് a regression task is when the goal is to predict a target numeric value such as the price of a car given a set of features. ഇവിടെ ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെ വരാം? മൈലേജ്, ഏജ്, ബ്രാൻഡ്. അപ്പൊ ഇങ്ങനെ മൈലേജ്, ഏജ്, ബ്രാൻഡ് എന്നുള്ള കുറേ ഫീച്ചേഴ്സിന്റെ നമ്മൾ വാല്യൂസ് എടുത്തിട്ട് ആ ഡേറ്റ പോയിന്റ്സിലൂടെ എല്ലാം ഫിറ്റ് ചെയ്ത് ഒരു ഇക്വേഷൻ എടുത്തു. പിന്നെ അത് വെച്ചിട്ട് നമ്മൾ വൈനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യാനായിട്ട് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. ലീനിയർ ഉണ്ട്. ലീനിയറിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഫിറ്റ് ചെയ്യുക. എന്നാൽ ലീനിയർ റിഗ്രഷൻ വളരെ കോംപ്ലക്സ് ഡേറ്റാ സെറ്റിലൊക്കെ വെരി പുവർലി ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. കാര്യം ഏകദേശം ഒരു ലൈനിൽ കിടക്കുന്ന പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് ലീനിയർ റിഗ്രഷൻ ഉപയോഗിക്കാം. പക്ഷെ ഭയങ്കര റാൻഡം ആയിട്ട് കിടക്കുന്ന പോയിന്റ്സ് ആണെങ്കിൽ ലീനിയർ റിഗ്രഷൻ വെരി പുവർ റിസൾട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ പോളിനോമിയൽ റിഗ്രഷനിലേക്ക് പോകാം. പോളിനോമിയൽ റിഗ്രഷനിൽ കേർവ്സ് ആണ്. അതിപ്പം ഒരു സെക്കൻഡ് ഡിഗ്രി കേർവ് ആവാം, ഒരു പാരബോള ആവാം, അല്ലെങ്കിൽ ഒരു തേർഡ് ഡിഗ്രി കേർവ് ആവാം, അതൊരു ക്യൂബിക് കേർവ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഡിഗ്രി കൂട്ടി കൂട്ടി പോവാം. അപ്പം നമുക്കൊരു ആംപിൾ എമൗണ്ട് ഓഫ് ഫിറ്റിംഗ് ആണ് വേണ്ടത്. ഓവർ ഫിറ്റിംഗും ആവരുത്, അണ്ടർ ഫിറ്റിംഗും ആവരുത്. അങ്ങനത്തെ ഒരു കേർവ് ചൂസ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് നമ്മൾ റിഗ്രഷൻ പെർഫോം ചെയ്യും. പിന്നെ ഒരുപാട് സ്പെഷ്യൽ കൈൻഡ്സ് ഓഫ് റിഗ്രഷൻ ഉണ്ട്. റിഡ്ജ് റിഗ്രഷൻ, ലാസോ റിഗ്രഷൻ, ഇലാസ്റ്റിക് നെറ്റ് റിഗ്രഷൻ. ഇലാസ്റ്റിക് നെറ്റ് എന്ന് പറയുന്ന റിഡ്ജും ലാസോയുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഇതൊക്കെ ഡിഫറെന്റ് അൽഗോറിതംസ് വെച്ചിട്ട് റിഗ്രഷൻ പെർഫോം ചെയ്യുന്നതാണ്. അതിൽ ലീനിയറും പോളിനോമിയലും ഒക്കെ ഒരു സിംപ്ലർ വേർഷൻ ഓഫ് റിഗ്രഷൻസ് ആണ്. ഡേറ്റ സെറ്റ് കോംപ്ലക്സ് ആവും തോറും ചിലപ്പോൾ ഈവൻ പോളിനോമിയൽ റിഗ്രഷൻ ചെയ്താൽ അത് നല്ല റിസൾട്ട് തരണമെന്നില്ല, വളരെ കോംപ്ലക്സ് ഫീച്ചർ ആണെങ്കിൽ. അങ്ങനെ വരുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു റിഗ്രഷൻ ആണ് ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് റിഗ്രഷൻ. ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് റിഗ്രഷൻ കുറെ ഡിസിഷൻ ട്രീസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്വാൻസ്ഡ് ഒരു ഐഡിയാസ് വെച്ചിട്ട് ഒരു കോംപ്ലക്സ് ഡേറ്റ സെറ്റിലെ നോൺ ലീനിയർ പാറ്റേൺസിനെ ഒക്കെ കണ്ടുപിടിച്ചെടുക്കുന്ന ആണ് ഈ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് റിഗ്രഷൻ. അങ്ങനെ ഒരു ഇത്രയല്ല, ഇനിയും ഒരുപാട് കൈൻഡ്സ് ഓഫ് റിഗ്രഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് റിഗ്രഷൻ ആണ് ലീനിയർ റിഗ്രഷൻ. അടുത്തതായിട്ട് വരുന്നത് ക്ലാസിഫിക്കേഷൻ മോഡൽസ് ആണ്. അത് മെഷീൻ ലേണിംഗിലെ ഒരു ക്ലാസ് ആണ്. ക്ലാസിഫിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് മോഡൽസിലെ ഒരു സെറ്റ് ഓഫ് മോഡൽസിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ മോഡൽസ് എന്ന് പറയുന്നത്. അത് എന്താന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ മോഡൽ ഇസ് എ ടൈപ്പ് ഓഫ് മെഷീൻ ലേണിംഗ് മോഡൽ ദാറ്റ് ഇസ് ട്രെയിൻഡ് ടു കാറ്റഗറൈസ് ഇൻപുട്ട് ഡേറ്റ ഇൻടു ഡിസ്ക്രീറ്റ് ലേബിൾസ് ഓർ ക്ലാസസ്. നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിനെ ഒരു കാറ്റഗറിയിലോട്ട് അത് ക്ലാസിഫൈ ചെയ്യും. അങ്ങനെയുള്ള മോഡൽസിനെ എല്ലാം നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ക്ലാസിഫിക്കേഷൻ മോഡൽ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കസ്റ്റമറിന്റെ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് കൊടുക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണോ കുറവ് സ്പെൻഡ് ചെയ്യുന്ന ആളാണോ എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ക്ലാസിഫിക്കേഷൻ മോഡൽ എന്ന് പറയാം. ആ ക്ലാസിഫിക്കേഷൻ പല രീതിയിലാകാം. ബൈനറി ക്ലാസിഫിക്കേഷൻ ആവാം, മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആവാം, മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ ആവാം, അല്ലെങ്കിൽ മൾട്ടി ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ ആവാം. ബൈനറി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ 2 കാറ്റഗറി മാത്രമേ വരത്തുള്ളൂ. അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പം യൂഷ്വലി പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഡിജിറ്റ് റെക്കഗ്നിഷൻ. നമ്മൾ ഒരു മോഡലിന് ഒരു ഡിജിറ്റ് കൊടുക്കും, 0 to 9 ഒരു ഡിജിറ്റ് കൊടുക്കും. ആ ഡിജിറ്റിനെ വെച്ചിട്ട് പ്രഡിക്ഷൻസ് നടത്തും. ഫോർ എക്സാമ്പിൾ ബൈനറി ക്ലാസിഫിക്കേഷനിലെ ഒരു മോഡലാണ്, ഞാനൊരു ഡിജിറ്റ് കൊടുത്തു, ആ ഡിജിറ്റ് 5 ആണോ അല്ലേ എന്ന് പറയണം. അത് ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ്. കാര്യം അവിടെ യെസ് ഓർ നോ മാത്രമേ ആൻസർ ആയിട്ട് വരത്തുള്ളൂ. ഞാനൊരു ഇൻപുട്ട് ഫീഡ് ചെയ്തു, അത് യെസ് ഓർ നോ എന്നുള്ളൊരു ആൻസർ തരും. അത് 5 ആണോ അല്ലേ എന്ന് പറയും. അതാണ് ബൈനറി ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തതാണ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ. ബൈനറി ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞ പോലെ 2 ലേബലേ വരുന്നുള്ളൂ. മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷനിൽ എത്ര വേണേലും വരാം. ഇപ്പം ആ ഡിജിറ്റ് റെക്കഗ്നിഷനിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റ് കൊടുത്താൽ അത് ഏത് ഡിജിറ്റാന്ന് പറയണം. 0 to 9 ഏതും ആവാം. അപ്പം അവിടെ 10 കേസസ് ഉണ്ട്, 10 ലേബൽ ഉണ്ട്. അപ്പൊ അതൊരു 10 ക്ലാസിഫിക്കേഷൻ ആണ്, 10 ക്ലാസ് ക്ലാസിഫിക്കേഷൻ ആണ്. അതാണ് മൾട്ടി ക്ലാസ് ക്ലാസിഫിക്കേഷൻ. പിന്നെ വരുന്നതിന് മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ. അതായത് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ആലോചിക്കുകയാണ്.
നമ്മൾ ഒരു മോഡൽ എടുക്കുകയാണ്, ഒരു ആർട്ടിക്കിളിനെ ടാഗ് ചെയ്യാനുള്ള, ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, പൊളിറ്റിക്സ് ആണോ, എക്കോണമി ആണോ, എൻവയോൺമെന്റ് ആണോ എന്ന് പറയുന്ന ഒരു മോഡലിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ആർട്ടിക്കിൾ മൾട്ടിപ്പിൾ മോഡൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം, മൾട്ടിപ്പിൾ ലേബിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഒരു ആർട്ടിക്കിൾ തന്നെ പൊളിറ്റിക്സിനെ കുറിച്ചാകാം, എക്കോണമിയെ കുറിച്ചാകാം, എൻവയോൺമെന്റിനെ കുറിച്ചാകാം. അതാണ് മൾട്ടി ലേബിൾ ക്ലാസിഫിക്കേഷൻ. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് പല ലേബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമ്മൾ മൾട്ടി ലേബിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. പിന്നെയാണ് മൾട്ടി ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ. മൾട്ടി ഔട്ട്പുട്ടില് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്, പേരിൽ വരുന്നത് പോലെ തന്നെ മോഡലിന് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് തരാൻ കഴിയും. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആലോചിക്കുകയാണെങ്കിൽ സ്മാർട്ട് വെതർ പ്രഡിക്ഷൻ, അങ്ങനെ ഒരു മോഡൽ ഉണ്ടെങ്കിൽ അതിന് സാറ്റലൈറ്റ് ഇമേജസ് കൊടുക്കുകയാണെങ്കിൽ അത് വെതർ ഡേറ്റ തരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു സാറ്റലൈറ്റ് ഇമേജ് കൊടുക്കുമ്പോൾ അത് തരുന്ന ഡേറ്റ വെതർ ടൈപ്പ്, വിൻഡ് ലെവല്, ലൈറ്റ്നിങ് ഉണ്ടോ ഇല്ലേ, ഇങ്ങനെയുള്ള ഒരു ഡേറ്റയാണ് അത് തരുന്നത്. അപ്പം നമ്മളൊരു ഇമേജ് കൊടുത്തു, അത് ഇങ്ങനെ 3 ഔട്ട്പുട്ട് തന്നു. വെതർ ടൈപ്പ് എന്താണെന്ന് തന്നു, വിൻഡ് ലെവൽ എത്രയാണെന്ന് തന്നു, ലൈറ്റ്നിങ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തന്നു. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്ന രീതി 3 ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതും അത് ഡിഫറെന്റ് ലേബിൾസിലുള്ളതാണ്. അത് 3 കാര്യങ്ങളെ കുറിച്ചുള്ള ഔട്ട്പുട്ടാണ് തന്നിരിക്കുന്നത്. വെതർ ടൈപ്പ്, വിൻഡ് ലെവല്, ലൈറ്റ്നിങ്, അത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങളെ കുറിച്ചുള്ളത് അത് ഒരുമിച്ച് തന്നു, ജസ്റ്റ് നമ്മൾ ഇമേജ് മാത്രം കൊടുത്തപ്പോൾ. ഈ 3 ഡിഫറെന്റ് ലേബിൾസിലുള്ള ഔട്ട്പുട്ട് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ തന്നെ തരുന്നതിനെയാണ് നമ്മൾ മൾട്ടി ഔട്ട്പുട്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ലീനിയർ റിഗ്രഷൻ. നേരത്തെ റിഗ്രഷൻ പറഞ്ഞു ലീനിയർ റിഗ്രഷനിൽ നമ്മൾ ഒരു ലൈനാണ് ഡേറ്റയിലോട്ട് ഫിറ്റ് ചെയ്തിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കാണാൻ സാധിക്കുക. ബേസിക് റിഗ്രഷൻ മോഡൽ ദാറ്റ് മോഡൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡിപെൻഡന്റ് വേരിയബിൾ y and one or more independent variable x using a linear equation. അപ്പം നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ ഒരു ലൈൻ ഫിറ്റ് ചെയ്തിട്ട് ആ ലൈനിന്റെ ഇക്വേഷൻ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുക. അതാണ് സിംപ്ലസ്റ്റ് കൈൻഡ് ഓഫ് റിഗ്രഷൻ. ഇവിടെ ഈ തീറ്റ എന്ന് പറയുന്നത് മോഡൽ പാരാമീറ്റേഴ്സ് ആണ്. അതിൽ വെയ്റ്റ്സ്, ബയസ് ഒക്കെ വരാം. ഇതൊക്കെ ജനറലി ന്യൂറൽ നെറ്റ്വർക്കിലാണ് പറയുക. അത് വരും ടോപ്പിക്കുകളിൽ പറയാം. ക്യാൻ ബി ട്രെയിൻഡ് യൂസിങ്, ലീനിയർ റിഗ്രഷനെ വെച്ച് ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. നോർമൽ ഇക്വേഷൻ വെച്ചിട്ട് ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ ടു ഡയറക്ട്ലി കമ്പ്യൂട്ട് ഒപ്റ്റിമൽ പാരാമീറ്റേഴ്സ്, നമുക്ക് ഡയറക്ട്ലി ഫിറ്റ് ചെയ്തൊരു ഇക്വേഷൻ എടുക്കാം. അല്ലെങ്കിൽ ഗ്രേഡിയന്റ് ഡിസെന്റ്, അത് ഒരു ഐട്രേറ്റീവ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. ഗ്രേഡിയന്റ് ഡിസെന്റും സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ്, അങ്ങനെ ഡിഫറെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് വെച്ചിട്ട് ഇതൊക്കെ ജനറലി ന്യൂറൽ നെറ്റ്വർക്സിൽ തന്നെയാണ് വരുന്നത്. ന്യൂറൽ നെറ്റ്വർക്സിലെ നോഡ്സിനെയൊക്കെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്തെടുക്കാനുള്ള ടെക്നിക്സ് ആണ് ഈ ഗ്രേഡിയന്റ് ഡിസെന്റും സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റും ഒക്കെ. അപ്പം നമുക്ക് അത് വച്ചിട്ടും ഈ ലീനിയർ റിഗ്രഷൻ പെർഫോം ചെയ്യാൻ പറ്റും. Generally, we can say that linear regression is the method to find a straight line that fits best to the data. അപ്പം നമുക്ക് വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ പറയാം, ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ നന്നായി ഫിറ്റ് ആകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. ആ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കി പ്രഡിക്ഷൻസ് ഒക്കെ നടത്തുക. അടുത്താണ് പോളിനോമിയൽ റിഗ്രഷൻ. നമ്മൾ നേരത്തെ ലീനിയർ റിഗ്രഷനിൽ ഒരു ലൈനാണ് പറഞ്ഞെങ്കിൽ പോളിനോമിയൽ റിഗ്രഷനിൽ അതൊരു കേർവ് ആയിരിക്കും. അതൊരു സെക്കൻഡ് ഡിഗ്രി കേർവ് ആവാം, തേർഡ് ഡിഗ്രി കേർവ് ആവാം, അല്ലെങ്കിൽ ഏത് ഒരു n ഡിഗ്രി കേർവ് ആവാം. അങ്ങനെ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ എല്ലാ പോയിന്റ്സിലൂടെയും പാസ് ചെയ്ത് പോകുന്ന ഒരു കേർവിനെ കണ്ടുപിടിച്ച്, പോളിനോമിയൽ കേർവിനെ കണ്ടുപിടിച്ച് അത് വെച്ചിട്ട് പ്രഡിക്ഷൻ നടത്തുന്നതിനെയാണ് പോളിനോമിയൽ റിഗ്രഷൻ എന്ന് പറയുക. അപ്പൊ ഇവിടെ എക്സ്റ്റെൻഡ്സ് ദ ഐഡിയ ഓഫ് ലീനിയർ റിഗ്രഷൻ ടു പോളിനോമിയൽ കേർവ്സ്. പിന്നെ ഇറ്റ് ക്യാൻ ബി ക്വാഡ്രാറ്റിക്, ക്യൂബിക് ഓർ ഹയർ ഓർഡർ റിഗ്രഷൻസ്. ജനറലി ഒരു ക്യൂബിക് വരെയൊക്കെയാണ് പോവുക റിഗ്രഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു ഫൈൻഡ് എ പോളിനോമിയൽ കർവ് ദാറ്റ് ഫിറ്റ്സ് ബെസ്റ്റ് ടു ദ ഡേറ്റ. അടുത്തതായിട്ട് വരുന്നത് ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ്. ലോജിസ്റ്റിക് റിഗ്രഷൻ ഇസ് എ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം, നോട്ട് എക്സാക്ട്ലി റിഗ്രഷൻ ഡിസ്പൈറ്റ് ദ നെയിം. അതായത് റിഗ്രഷൻ എന്ന് നമ്മൾ പറയുന്നെങ്കിലും അതൊരു ട്രഡീഷണൽ സെൻസിലുള്ള റിഗ്രഷൻ അല്ല. കാരണം നമ്മൾ പറഞ്ഞു റിഗ്രഷൻ ട്രഡീഷണൽ സെൻസിൽ എന്ന് പറയുന്നത് പ്രെഡിക്ഷനിലാണ് വരുന്നത്. ഇവിടെ പ്രെഡിക്ഷൻ അല്ല, പക്ഷെ ക്ലാസിഫിക്കേഷൻ ആണ് നടത്തുന്നത്. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുമ്പം അത് പല ക്ലാസ്സുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്യും.
എന്നാൽ എന്തുകൊണ്ട് അതിനെ റിഗ്രഷൻ എന്ന് വിളിക്കുന്നു? ഇറ്റ്സ് കോൾഡ് റിഗ്രഷൻ ബിക്കോസ് ഇറ്റ് ഫിറ്റ്സ് എ മോഡൽ ലൈക്ക് ലീനിയർ റിഗ്രഷൻ ഡസ്. ലീനിയർ റിഗ്രഷനിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ഒരു ലൈൻ ഫിറ്റിംഗ് നടക്കുന്നുണ്ട്, എന്നിട്ടാണ് അത് പ്രൊസീഡ് ചെയ്യുന്നത്. ലൈൻ ഫിറ്റിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ നമ്മുടെ ഡേറ്റ എല്ലാം കൂടെ വരുന്ന സ്പേസ് ആണ് ഫീച്ചർ സ്പേസ്. ഫീച്ചർ സ്പേസിന്റെ അകത്ത് നമ്മൾ ഡേറ്റയിൽ ഒരു ലൈൻ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ലൈൻ ഫിറ്റ് ചെയ്തെടുക്കുന്ന ആ ലൈനെ നമ്മൾ വിളിക്കും ഡിസിഷൻ ബൗണ്ടറി എന്ന്. ആ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. നമ്മളൊരു ലൈൻ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിസിഷൻ ബൗണ്ടറി ഈ ലൈൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ആ രണ്ട് സൈഡിനെ നമുക്ക് ഓരോ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഡിസിഷൻ ബൗണ്ടറിയുടെ ഏത് സൈഡിലാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് വന്ന് വീഴുന്നത് എന്ന് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലോട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒരു ഇൻപുട്ട് ഡിസിഷൻ ബൗണ്ടറിയുടെ ഏത് സൈഡിൽ വരും എന്നുള്ളതിന്റെ ഒരു പ്രോബബിലിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചാണ് നമ്മൾ ലോജിസ്റ്റിക് റിഗ്രഷൻ ചെയ്യുന്നത്, ഏത് ക്ലാസ്സിലോട്ട് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. It is used to predict the probability that an instance belongs to a particular class, typically a binary classification. ഇവിടെ ഇപ്പൊ നമ്മൾ ലീനിയർ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലൈൻ ആണ് സിംപ്ലസ്റ്റ് ഫോം. ഇനി അല്ലാത്തതുണ്ട് ലൈൻ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബൈനറി ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യാൻ പറ്റുക. കാരണം ഫീച്ചർ സ്പേസിനെ അത് രണ്ടായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. ഏത് സൈഡിൽ വീഴുന്നു എന്നനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. നേരത്തെ സ്പാം ഓർ നോട്ട് സ്പാം എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ ഇമെയിൽ ഏതാണെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ബൈനറി ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച് ലോജിസ്റ്റിക് റിഗ്രഷനിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ലീനിയർ റിഗ്രഷനിലെ പോലെ തന്നെ ഒരു ലീനിയർ ലൈനാണ് ഫിറ്റ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അത് സിഗ്മോയിഡ് ഫംഗ്ഷന്റെ അകത്തോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. സിഗ്മോയിഡ് ഓഫ് വൈ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രോബബിലിറ്റി കിട്ടും. ഇനി ഈ സിഗ്മോയിഡ് ഓഫ് വൈ എന്താണെന്ന് ചോദിച്ചാൽ അത് ഓരോ ക്ലാസ്സിലോട്ടും വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ് ഡെപിക്ട് ചെയ്യുന്നത്. ഈ ഫംഗ്ഷന്റെ ഒരു ഓപ്പോസിറ്റ്, മാത്തമാറ്റിക്കലി ഓപ്പോസിറ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ ലോജിറ്റ് എന്ന് വിളിക്കും. ലോജിറ്റിന്റെ അകത്ത് നമ്മൾ ഒരു പ്രോബബിലിറ്റി ഫീഡ് ചെയ്യുകയാണെങ്കിൽ ലോഗ് ഓഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. അതിന്റെ അർത്ഥം എന്താണ്? ലോഗ് ഓഡ്സിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ലോഗ് ഓഡ്സ് ഇൻറ്റ്യൂട്ടീവ്ലി ഒരു റെപ്രസെന്റേഷൻ കാണിക്കുകയാണ്. ഒരു കാര്യം ഹൗ സ്ട്രോങ്ലി സംതിങ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ വേഴ്സസ് നോട്ട് ഹാപ്പൻ. ഒരു കാര്യം നടക്കാനുള്ള സാധ്യത എത്രയാണ് വേഴ്സസ് നടക്കാതിരിക്കാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളത് ഒരു സ്കെയിലിലോട്ട് സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച്ഡ് ഓൺ ടു എ സ്കെയിൽ വേർ 0 മീൻസ് ഈക്വൽ ചാൻസസ്. 0 എന്ന് പറഞ്ഞത് ഈക്വൽ ചാൻസ് ആണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ലൈക്ലിഹുഡ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ലൈക്ലിഹുഡ് ആണ്. അങ്ങനെയുള്ള ഒരു സ്കെയിലിൽ വരുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ലോഗ് ഓഡ്സ്. ലോഗ് ഓഡ്സ് എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ഒരു കാര്യം ഹൗ സ്ട്രോങ്ലി സംതിങ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ വേഴ്സസ് നോട്ട് ഹാപ്പൻ സ്ട്രെച്ച്ഡ് ഓൺ ടു എ സ്കെയിൽ വേർ 0 എന്ന് പറയുന്നത് ഈക്വൽ ചാൻസ് ആണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത് ഇൻക്രീസിങ് ലൈക്ലിഹുഡ് ആണ്. നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് ഡിക്രീസിങ് ലൈക്ലിഹുഡ് ആണ്. Logistic regression is mathematically similar to linear regression in how it computes the raw output, also called the logit. Logistic regression linear regression ആയിട്ടുള്ള സിമിലാരിറ്റി വരുന്നത് അതും ഡേറ്റ എടുത്തിട്ട് ഒരു ലൈൻ ഫിറ്റിംഗ് നടത്തി ഒരു ലൈൻ കണ്ടുപിടിക്കുന്നു. ആ ലൈനിന്റെ ലെഫ്റ്റിനെയും റൈറ്റിനെയും ഓരോ ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് അവിടെ വരാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നു. Logistic regression uses the same linear computation as linear regression, but then wraps it in a sigmoid function to turn it into a probability for classification. അതിലെ പോലെ തന്നെ നമ്മൾ ഒരു ലീനിയർ റിഗ്രഷൻ ചെയ്യുന്നത് പോലെ തന്നെ അവിടെ ഒരു ഫിറ്റിംഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ ഒരു സിഗ്മോയിഡ് ഫംഗ്ഷനിലേക്ക് കയറ്റി വിടും. അപ്പം നമുക്കൊരു പ്രോബബിലിറ്റി ആയിട്ട് അതിനെ കിട്ടും. അപ്പം ഇവിടെ ബേസിക്കലി എന്താണ് നടക്കുന്നത്? Basically, it fits a line onto the feature space called decision boundary and classifies item based on probability of falling on either sides. അപ്പം നമ്മൾ ഡേറ്റ എടുത്തിട്ട് അതിൽ ഫിറ്റ് ചെയ്തൊരു ലൈൻ കണ്ടുപിടിക്കുന്നു. ആ ലൈനെ നമ്മൾ ഫീച്ചർ സ്പേസിൽ ഉള്ളതായിട്ട് കണക്കാക്കുന്നു. ഫീച്ചർ സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ഡേറ്റ, ആ ഡേറ്റയുടെ എല്ലാം കൂടെ വരുന്ന ഒരു സ്പേസിനെയാണ് ഫീച്ചർ സ്പേസ് എന്ന് പറയുന്നത്. ഫീച്ചർ സ്പേസിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് ഒരു ലൈൻ എടുക്കുന്നു. ആ ലൈനിന്റെ ഐദർ സൈഡ്സ്, ഒരു ലൈൻ പ്ലെയിനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ, അതിന്റെ രണ്ട് സൈഡ്സിനെ നമ്മൾ രണ്ട് ക്ലാസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ ഒരു ഇൻപുട്ട് എടുക്കുമ്പോഴത്തേക്കും അത് എവിടെയാ വരുന്നത് എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാൻ പറ്റും. ലെഫ്റ്റിൽ വരുന്നതിന് ഒരു പ്രോബബിലിറ്റി കാണും, റൈറ്റിൽ വരുന്നതിന് ഒരു പ്രോബബിലിറ്റി കാണും. ആ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചെടുക്കുന്നതാണ് ഈ റിഗ്രഷനിൽ നടക്കുന്നത്. ഇനി ലൈൻ അല്ല, നമുക്കൊരു കേർവ് ആണ് വേണ്ടെങ്കിലും, അതായത് കൂടുതൽ നമ്പർ ഓഫ് ക്ലാസസ് ഉണ്ട്, ജസ്റ്റ് 2 അല്ല, ബൈനറി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലീനിയർ ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ല വേണ്ടത്, പകരം അവിടെ പോളിനോമിയൽ ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് വരുന്നത്. ഇവിടെ ലീനിയർ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ബൈനറി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. കാര്യം ഒരു ലൈനിനെ ഒരു പ്ലെയിനിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, അപ്പൊ അവിടെ ബൈനറി ക്ലാസിഫിക്കേഷനെ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്കൊരു മോർ കോംപ്ലക്സ് ക്ലാസിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ഓർഡർ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിച്ചാലേ പറ്റൂ. അപ്പം ഇത് ജസ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ ആണ്, ബട്ട് അത് റിഗ്രഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയയിൽ നിന്ന് മാറുന്നുമുണ്ട്. അത് കാരണം ലോജിസ്റ്റിക് റിഗ്രഷൻ എക്സാക്ട്ലി ഒരു കൈൻഡ് ഓഫ് റിഗ്രഷൻ ആണെന്ന് പറയാൻ പറ്റില്ല, പകരം അതൊരു ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ ഒരു ക്ലാസിഫിക്കേഷനിലോട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുകയാണ്. റിഗ്രഷനെ പോലെ അത് ജസ്റ്റ് പ്രിഡിക്ഷൻ അല്ല ചെയ്യുന്നത്, പകരം നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ടിനെ ഒരു ക്ലാസ്സിലേക്ക് ക്ലാസിഫൈ ചെയ്തെടുക്കുകയാണ്, അതിന്റെ ഒരു പ്രോബബിലിറ്റി തരികയാണ് ചെയ്യുന്നത്. അപ്പം ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് വരുന്ന വീഡിയോയിൽ നോക്കാം. താങ്ക് യു.